സിനുജി, എന്നിൽ ഔഷധ ഗുണമൊന്നുമില്ല, താങ്കളിൽ ഔഷധ ഗുണം വല്ലതും ഉണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാനായിട്ട്? ഔഷധ ഗുണമായിട്ടാണ് നമ്മൾ ഇപ്പം ഔഷധ ഗുണമാണ് ട്രെൻഡിങ്. പത്തനാപുരം MLA KV ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നു, എന്നിൽ ഔഷധ ഗുണമൊന്നുമില്ല, എന്നെ വെറുതെ വിടണമെന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്. എന്നാൽ അങ്ങനെയല്ല, KV ഗണേഷ് കുമാറിൽ ചില ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് KPCC അംഗം ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രംഗത്ത് വന്നിട്ടുണ്ട്. കേൾക്കണോ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന 20 കൂട്ടം ഔഷധ ഗുണങ്ങളെന്ന്? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഫോൺ നോക്കി അങ്ങ് വായിക്കും, ഇത് കാണാതെ പഠിക്കാൻ പറ്റില്ല, ഒരുപാടുണ്ട് കേട്ടോ. കരയല്ലേ ഗണേശ, 23 വർഷമായി മാധ്യമങ്ങൾ താങ്കളെ വേട്ടയാടുന്നു അല്ലേ? ക്വസ്റ്റ്യൻമാർക്ക്. സിനിമയിലും രാഷ്ട്രീയത്തിലും അർഹതയില്ലാതെ നേടിയ അംഗീകാരങ്ങളും കാട്ടിയ നിറകേടുകളും താങ്കൾ മറന്നു? ചോദ്യമാണ്. താങ്കൾക്ക് നല്ല ഔഷധ ഗുണമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ 20 ഇന കൂട്ടുകൾ താഴെ ചേർക്കുന്നു. 1. 35-ാം വയസ്സിൽ ശ്രീ AK ആന്റണി താങ്കളെ മന്ത്രിയാക്കിയത് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്? നമുക്കറിയാം, സിനിമാ നടനായിരുന്നു, രാഷ്ട്രീയത്തിലൊന്നുമല്ല, വന്നു മത്സരിച്ചു, പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിയായി. 2. താങ്കളുടെ പിതാവ് ശ്രീ R ബാലകൃഷ്ണപിള്ളയെ മന്ത്രിയാക്കാതെയാണ് നിങ്ങളെ ആ സ്ഥാനത്ത് അവരോധിച്ചത് എന്നത് താങ്കൾ മറന്നു. 3. താങ്കളുടെ അമ്മയിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ മകനാണെന്ന് അംഗീകരിക്കുന്നതെന്ന് ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞിട്ടുണ്ട്. പിതൃത്വത്തെ ചോദ്യം ചെയ്തിരിക്കുക അവിടെ. 4. ഗണേശനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ ശ്രീ R ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. 5. താങ്കൾ MLA ആയി തുടരുന്നത് അധാർമികമെന്ന് 2013 ശ്രീ R ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഈ ഔഷധ ഗുണങ്ങളിൽ കൂടുതലും സ്വന്തം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. 6. ആദ്യ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചിയുടെ കൈ താങ്കൾ അടിച്ചൊടിച്ചത് അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഭാര്യയുടെ കൈ അടിച്ചൊടിച്ചു എന്ന് മാധ്യമങ്ങളിൽ പറഞ്ഞത് ഭാര്യയാണ്, മുൻ ഭാര്യ. 7. ഏതോ സ്ത്രീയുടെ ഭർത്താവ് താങ്കളുടെ മുഖം അടിച്ച് തകർത്തത് എന്തിനായിരുന്നു? നമുക്കറിയാലോ, മന്ത്രി ഹൗസിൽ കയറി അദ്ദേഹം തന്നെ ലൈവിലൊക്കെ വന്നിരുന്നു. അടുത്തതെന്ന് പറയുന്നത് 8. താങ്കൾ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചത് മറന്നോ? അത് നല്ല കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും മറക്കാൻ പറ്റില്ല. UDFന്റെ വേദിയായിരുന്നു, PC ജോർജിനെ ഇരുത്തിക്കൊണ്ടാണ് വിളിച്ചത്. 9. സോളാർ വിവാദ നായികയുമായുള്ള ബന്ധത്തിൽ താങ്കൾക്കൊരു കുട്ടിയുണ്ട് എന്ന് CBI സ്ഥിരീകരിച്ചത് ശരിയല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 10. പാവങ്ങളുടെ പടത്തലവൻ ശ്രീ ഉമ്മൻചാണ്ടിയെ നീചമായ ലൈംഗിക ആരോപണങ്ങളിൽ പെടുത്തിയത് കേരളം പൊറുക്കുമോ? 11. ബിജു രാധാകൃഷ്ണൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് നടത്തിയ വെളിപ്പെടുത്തൽ ജീവിതാവസാനം വരെ അദ്ദേഹം രഹസ്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ താങ്കളുടെ ഭാവി എന്താകുമായിരുന്നു? 12. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് താങ്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ ചോദ്യം ചെയ്തത് എന്തിനായിരുന്നു? 13. കോക്കാട് കൊല്ലപ്പെട്ട ക്രിമിനലിനെ രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അത് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഒരാൾ ഒരു ക്രിമിനൽ കൊല്ലുന്നു, പാർട്ടി രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ചു, രാഷ്ട്രീയ കൊലപാതകമാക്കാൻ ശ്രമിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് നിരവധി പേർക്ക് തൊഴിൽ ചെയ്യുവാനുള്ള അവസരം നിഷേധിച്ചു എന്ന് കണ്ടെത്തിയില്ലേ? 15. പിതാവിൻ്റെ മരണശേഷം കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് സഹോദരി പരാതി പറഞ്ഞു, അതിൻ്റെ പേരിലാണ് 2 വർഷം മന്ത്രിയാവാതെ മാറി നിൽക്കേണ്ടി വന്നത്. 16. ക്യാൻസർ ബാധിതരായ പ്രശസ്ത നടി ശ്രീവിദ്യയ്ക്ക് വേതന സംഹാരി പോലും വാങ്ങി നൽകാതെ അവരുടെ സ്വത്ത് അടിച്ചു മാറ്റിയതിനെതിരെ പരാതി വന്നില്ലേ? 17. കേച്ചേരി ഫിനാൻസ് പൂട്ടുക വഴി സാധാരണ നിക്ഷേപകരെ വഴിയാധാരമാക്കിയതാരാണ്? ഇത് പത്തനാപുരത്ത് നടന്നൊരു സംഭവമാണ്. ഒരു വലിയ ഫിനാൻസ് സ്ഥാപനം പൂട്ടിപ്പോയി, അത് ഗണേഷ് കുമാറാണ് അതിന് പിന്നിലെന്നാണ് പറയുന്നത്. 18. ഇന്തോനേഷ്യൻ വ്യവസായി ശ്രീ ബിജുവിൻ്റെ സഹോദരി ഭർത്താവായി ആൾമാറാട്ടം നടത്തിയത് എന്തിനായിരുന്നു? അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. 19. സ്വഭാവവശാൽ താങ്കളുടെ അനുജനാകേണ്ട PK ശശിയെ പുകഴ്ത്തുക വഴി സമൂഹത്തിന് താങ്കൾ എന്ത് സന്ദേശമാണ് നൽകിയത്? 20. താങ്കളുടെ KL 25L0012 എന്ന നമ്പറുള്ള മിനി കൂപ്പർ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആയിരുന്നില്ലേ? പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസം ആരുടേതായിരുന്നു? നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലേ? വാൽകൃഷ്ണം, വനവകുപ്പ് ആസ്ഥാനം വഴുതക്കാടാണ് കേട്ടോ, ഇത്തവണ തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് മന്ത്രി പോകുന്നുണ്ടോ? ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ദാസ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജ്യോതികുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഗണേഷ് കുമാർ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും ചിരിച്ചിട്ടുണ്ടാവും. കാരണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന 35 വർഷം കാലഘട്ടമായി MLA സ്ഥാനത്ത് തുടരുകയാണ്. പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയായി വന്ന കാലം മുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വിവാദ നായകനാണ് പലപ്പോഴും KB ഗണേഷ് കുമാർ. അയാളിൽ ഔഷധ ഗുണമെന്നുകൊണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിൽ നിന്ന് വാർത്തയൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്കൂ എന്നുള്ളതായിരിക്കും. ഇത്തരത്തോളം ആരോപണങ്ങൾ ഒരു കോൺഗ്രസ് നേതാവ് മുന്നോട്ട് വെക്കുകയാണ്. ഇതിലേതെങ്കിലും ഗണേഷ് കുമാറിന് യോജിക്കാത്തതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് ശരിയാണ്. ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഈ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാത്തത് എന്താണെന്ന് വലിയ ചർച്ചാ വിഷയമാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ കാലാകാലങ്ങളായി മാറി വരുന്ന സർക്കാരുകളിൽ എങ്ങനെയെങ്കിലും ഒരു തവണ താൻ മന്ത്രിയായി എത്തണം, അല്ലെങ്കിൽ മന്ത്രിയായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു KB ഗണേഷ് കുമാർ. അതിനു വേണ്ടിയിട്ട് എത്ര അപമാനം സഹിച്ചു അദ്ദേഹം കൂടെ നിന്നു. അപ്പോൾ സിനിമാ മേഖലയിലുള്ള തൻ്റെ കൈപ്പിടി അവിടെ നിർത്തുന്നു, ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പും കയ്യിൽ ഒതുക്കിക്കൊണ്ട് മന്ത്രിസഭയിലേക്ക് വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
പിണറായി വിജയൻ ഇടപെട്ടിട്ട് അതൊക്കെ വെട്ടിനിരത്തി. പക്ഷേ ഇവിടെ ഗണേഷ് കുമാർ ചെയ്ത പല കുറ്റങ്ങളെയും മൂടി വെച്ചുകൊണ്ട് പല കാര്യങ്ങളെയും ഒളിച്ചു വെച്ചുകൊണ്ട് ഞാൻ വളരെ പരിശുദ്ധനാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറകൾ ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഗണേഷ് കുമാർ ചെയ്ത കാര്യങ്ങളൊക്കെ മലയാളം അല്ലെങ്കിൽ കേരളം പെട്ടെന്ന് മറക്കുന്നതാണ്. അല്ല, ഒരിക്കലും മറക്കത്തില്ല. കാരണം സ്വന്തം പിതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം AK ആന്റണിയുടെ മകനും അനിൽ ആന്റണിയും രണ്ടുപേരും രണ്ട് മുന്നണിയിലാണ്. ഒരാൾ BJP സ്ഥാനാർത്ഥിയോട് മത്സരിക്കുമ്പോൾ AK ആന്റണി UDF-ന് വേണ്ടി സജീവമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ തമ്മിൽ വേറെ വിവാദങ്ങളൊന്നുമില്ല. ഈ അച്ഛനെതിരെ പ്രസംഗിക്കുന്നു, മകനെതിരെ അച്ഛൻ സംസാരിക്കുന്നു. എൻ്റെ ഭാര്യയിൽ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഇയാൾ മകനെന്ന് പറയുന്നു. ഗണേഷ് കുമാറിനെ കെട്ടിപ്പിടിക്കാമാവും, സിനിമാ നടനല്ലെന്ന് പറയുന്നു. നോക്കൂ, കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഭീഷ്മാചാരനാണ് ആർ ബാലകൃഷ്ണനുള്ള പല കേസുകളിൽ പെട്ടിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ മുന്നണി ഇതിലാണ്, അയാളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ഒരു കീഴൂട്ട് തറവാട്ടിലെ രാമൻപിള്ളയുടെ മകനെന്ന ധാർഷ്ട്യം, NSSന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഫ്യൂഡൽ നായരെന്ന ധാർഷ്ട്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയാണ് അയാളുടെ മകൻ KB ഗണേഷ് കുമാറിനുള്ളത്. കാരണം എന്താ, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 2 പ്രൊഫൈലുകളാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരു സിനിമാ നടൻ്റെ. ഈ രണ്ടും കൂടി ഒരാളിലേക്ക് വരികയാണ്. അത് കളിക്കാൻ അറിയാവുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ മുടിമൂടാ മണ്ണായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്വത്ത്, ഇട്ടുമൂടാ വകയില്ലാത്തോളം സ്വത്തുക്കൾ, ഈ 3 ഫാക്ടറുകൾ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൃത്യമായി അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് ചില പൊടിക്കൈകളൊക്കെ ഇട്ട് നല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ, നാക്ക് നല്ല അടിപൊളിയാണ്, ഏത് സമയത്ത് എന്തടിക്കണമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ആളുകളെ കയ്യിലെടുക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഈ ധാർഷ്ട്യം മുഴുവൻ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണം. അതാണ് ഈ പറഞ്ഞ ചുരുങ്ങകാലം കൊണ്ട് 20 ആരോപണങ്ങളാണ് ഈ ഗണേഷ് കുമാറിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 20 ആരോപണങ്ങളാണ് ഒരു കോൺഗ്രസ് നേതാവ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നോക്കൂ, ഇതിൽ ഏറ്റവും അവസാനം നടന്നതാണ് ഇന്തോനേഷ്യയിൽ വ്യവസായിയായിട്ടുള്ള ഒരാൾ മരണപ്പെടുന്നു പത്തനാപുരത്ത്. അയാളുടെ മരണശേഷം ഒരു ചരമക്കാർഡ് പുറത്തു വരികയാണ്. ഈ ചരമക്കാർഡിൽ ഇയാളുടെ മകളുടെ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഒരു പേരാണ് ബിന്ദു ഗണേഷ് കുമാർ, മരുമകൻ KB ഗണേഷ് കുമാർ MLA. ഈ പാലക്കാടുകാരിയായ ബിന്ദു ഗണേശന് എങ്ങനെയാണ് പത്തനാപുരത്തൊരു അച്ഛനുണ്ടായത് എന്ന ചോദ്യം അന്ന് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ ഉയർത്തിയിരുന്നു. അവിടെ NSSന്റെ പ്രതിനിധികൾക്ക് പോലും എതിർപ്പുണ്ടാക്കത്തക്ക രീതിയിൽ അവിടുത്തെ ചടങ്ങുകൾ മൊത്തം മുന്നിൽ നിന്ന് നയിച്ചത് ഈ KB ഗണേഷ് കുമാർ ആയിരുന്നു. കാര്യം എന്താ, ഇയാൾ ഇന്തോനേഷ്യൻ വ്യവസായിയുടെ സ്വത്ത് കെട്ടിയെടുക്കാൻ വേണ്ടി ഗണേഷ് കുമാർ നടത്തുന്ന നാടകങ്ങളാണ് ഇതെന്നാണ്. നമുക്ക് അടുത്ത ദിവസം ഇത് വിശദമായ ഒരു ചർച്ച എടുക്കാം. ഈ വിഷയത്തെ കൊണ്ടുപോകാൻ നമുക്ക് സമയം എടുക്കാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും അവസാനം നടക്കുന്നത് പിന്നെ കേച്ചേരി ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഈ MLAയുടെ മന്ത്രിയായിരിക്കുന്ന MLAയുടെ വീട്ടിലേക്ക് നിക്ഷേപകർ മാർച്ച് നടത്തി. ഈ ഫിനാൻസ് തകരാൻ കാരണം KB ഗണേഷ് കുമാറും കുടുംബമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് പെങ്ങന്മാർ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതിൻ്റെ പേര് 2.5 വർഷക്കാലം മന്ത്രിയാകാതെ, ആദ്യ തവണ മന്ത്രിയാകേണ്ട ആളാണ്, മാറ്റി നിർത്തപ്പെട്ടു. സ്വന്തം കാമുകിയുടെ ഭർത്താവ് വീട്ടിൽ കയറി മുഖം അടിച്ച് പൊട്ടിച്ചിട്ട് ഭാര്യ ആക്രമിച്ചതാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത ആളാണ് ഈ മന്ത്രി. അത് മന്ത്രിയായിരിക്കുമ്പോഴാണ്, ഒന്ന് ആലോചിക്കണം. പിന്നെ ഭാര്യയുടെ കൈ അടിച്ചൊടിച്ചു എന്നും പറഞ്ഞ് ഭാര്യ കൈയും പ്ലാസ്റ്ററും വെച്ചുകൊണ്ട് വന്ന് മാധ്യമങ്ങളെ കണ്ടത് നമ്മൾ കണ്ടതാ. സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരമ്മയെയും മകനെയും തെറി വിളിക്കുന്ന വീഡിയോ വൈറലായപ്പോൾ അവരുടെ മാപ്പ് പറഞ്ഞ് തടി ഒരാളാ. ഇയാളാണ് ഇവിടെ നിന്ന് ധാർമ്മികത പറയുന്നത്. എല്ലാവരും ധാർമ്മികത പഠിപ്പിക്കലാണ് പുള്ളിയുടെ ഏറ്റവും വലിയ NSSന്റെ തലപ്പത്ത് വന്നിരിക്കുക. മന്നത്ത് പത്മനാഭനെ പോലെ മഹാനായ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തൊരു സംഘടനയുടെ തലപ്പത്ത് വന്നിരിക്കുക യോഗ്യനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മറ്റൊരാളുടെ കയ്യിൽ കാണും. ഈ സിനിമാ മേഖലയിലെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് പല കാര്യങ്ങളും തുറന്നു പറയാൻ ഗണേഷ് കുമാർ മടിക്കുന്നുണ്ട്. ഇപ്പം തിലകൻ എന്ന് പറയുന്ന നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം സീരിയൽ മേഖലയിലേക്ക് ചെല്ലുന്നു. അവിടെയും ഗണേഷ് കുമാർ ഇടപെട്ടാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ തുറന്നു പറയാൻ. ഗണേഷ് കുമാർ അല്ല പഠിക്കുന്നത്. ഗണേഷ് കുമാറിന് അതിന്റെ ആരോപണം ഉന്നയിക്കാൻ നടിമാർക്ക് പേടി കാണും. കാര്യം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇട്ട് മൂടാനുള്ള പണം രാഷ്ട്രീയത്തിൽ അധികാരനായി നിൽക്കുന്നു. ഭരിക്കുന്ന മുന്നണി, ഏത് മുന്നണി ഭരിച്ചാൽ ആ മുന്നണിക്ക് ഒപ്പമാണേ. അത് ആലോചിക്കണം. ഏത് മുന്നണി ഭരിച്ചാലും ആ മുന്നണിക്ക് ഒപ്പമാ. എങ്ങോട്ട് വേണമെങ്കിലും ചുവട് മാറ്റാം. കേരള കോൺഗ്രസ്സുകാരുടെ സകല നയങ്ങളുണ്ട്. ഇന്നലെ വരെ വോട്ട് പിടിക്കാൻ കൂടെ നടന്ന കോൺഗ്രസ്സുകാരനെ തെറി വിളിക്കാനും നാളെ ഈ പറയുന്ന DYP-കാരനും CPI-കാരനും കൂടെ കൂട്ടിയിടിപ്പിച്ച് സ്വന്തം പാർട്ടി വളർത്താനും കൃത്യമായിട്ട് അയാൾക്കറിയാം. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങ് മുഖ്യമന്ത്രി തലം വരെ പിടിയുള്ളൊരു മനുഷ്യൻ. സിനിമയിൽ ആത്മയുടെ പ്രസിഡന്റായിട്ട്, സീരിയലിൽ ആത്മയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നു. സിനിമയിൽ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്നാൾ, താരരാജാക്കന്മാരോട് പോലും തോളത്ത് കൈയിട്ട് ചേട്ടാ എന്ന് വിളിച്ച് ഒരുമിച്ച് കിടന്ന് ഉണ്ണുന്ന ആൾ. അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പേടിയുണ്ടാവും. സിദ്ദിഖിനെതിരെ മുകേഷിനെ പറയുന്നതിൻ്റെ ഒന്നുമല്ല. KB ഗണേഷ് കുമാർ മന്ത്രിയാ. ആ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ട് തീർത്തു കളയുന്നേ.
കരിയറും തീർക്കും, ചിലപ്പോൾ ജീവിതവും തീർക്കും. ആ പേടി എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്താൽ പല കാര്യങ്ങളും പുറത്തു വരുന്ന ഗണേഷ് കുമാറിന് പേടിയുണ്ട്. അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ നിൽക്കില്ല, പകരം കീഴടങ്ങി കൊടുക്കുന്നു. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്നിൽ ഔഷധ ഗുണമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഓടി രക്ഷപ്പെടലല്ലേ? ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. ഗണേഷ് കുമാറിന് നാക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ്. എങ്ങനെയാണ് ഈ ഒരു കുന്തവും ചെയ്തില്ലെങ്കിലും പത്രാവർത്ത വികസന നായകനാകുന്നത്? കുറേ സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവരെ ചേർത്ത് പിടിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഓരോ വിഷയം വരുമ്പോഴും ആരെക്കുറിച്ചും പറഞ്ഞ് സെൻസേഷണൽ കണ്ടന്റ് കൊടുക്കും. മാധ്യമങ്ങളെ അയാൾ പിടക്കാറില്ല, മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കില്ല. എനിക്ക് തോന്നുന്നു പുള്ളി അവസാനം എടുത്ത് കൊടുത്ത ഇന്റർവ്യൂ വർഷങ്ങൾക്ക് മുമ്പ് മനോരമയിലൊരു ഇന്റർവ്യൂ ആണ് പുള്ളി കൊടുത്തത്. ഇന്റർവ്യൂ ഒന്നും കൊടുക്കില്ല, കാരണം പുള്ളിക്ക് പറയാനുള്ളത് കേട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോയിരുന്നിട്ട് സംസാരിക്കും. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ നേരെ 2 മാസ് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് കയ്യടി കിട്ടും. അങ്ങനെ കയ്യടി കിട്ടേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി പുള്ളിക്കറിയാം. ആശുപത്രികളിൽ ചെന്ന് മിന്നൽ പരിശോധന നടത്തി അവിടെ പ്രശ്നമുണ്ട്, മറ്റേടത്ത് ആയുർവേദ ആശുപത്രി പ്രശ്നമുണ്ട്, തുടച്ചില്ല തൂത്തില്ല എന്ന് പറഞ്ഞു. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ അതിന്റെ തട്ടെല്ലാം കൂടെ പൊളിച്ച് താഴെ വീണു. ഒരു കസേര തുടക്കാത്തതിനാണ് അവരെ ചീത്ത വിളിച്ചത്. അവർ ചൂലെടുത്ത് തുടപ്പിച്ചു, ഒരു ചൂലെടുത്ത് തുടച്ചു. 3 മാസം കഴിയുമ്പോൾ അതിന്റെ തട്ടെല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീണു തലൂർ ആയുർവേദ ആശുപത്രിയിൽ. ഇതാണ് അയാളുടെ വികസനം അവിടെ നടക്കുന്നത്. ഈ ജർമ്മൻ ടെക്നോളജി എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ വാർത്തകളാവുന്നത്. ജർമ്മൻ ടെക്നോളജിയിൽ കഴിഞ്ഞ ദിവസം ആമ്പിള്ളേർ പോയിട്ട് നെല്ല് വിതച്ച് നെല്ല് കൊയ്യാറായെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലാണ് റോഡ് പണിഞ്ഞതാണ് ജർമ്മൻ ടെക്നോളജിയിൽ. ഈ അവസ്ഥയിലാണ് പത്തനാപുരത്തിന്റെ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നോട് കൊണ്ടുപോകാം, ഞാൻ കാണിച്ചു തരാം. തുടക്കത്തിൽ ആദ്യ 10 വർഷം ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. കാരണം ഉമ്മൻചാണ്ടി AK ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് വരുന്നു. ഉമ്മൻചാണ്ടി പിന്നീട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു മാനസപുത്രനെ പോലായിരുന്നു ഉമ്മൻചാണ്ടിക്ക് KV ഗണേഷ് കുമാർ. ഇഷ്ടംപോലെ വികസന പദ്ധതികൾ പത്തനാപുരത്തേക്ക് കൊടുത്തു. അതെല്ലാം അദ്ദേഹം വേണ്ട രീതി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചില പേരുകളുണ്ട്. അതല്ലാതെ എല്ലാവരും ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ എതിരാളി, അത് ഇടദോഷക്കാരനായാലും വലദോഷക്കാരനായാലും പക മനസ്സിൽ സൂക്ഷിച്ച് കൊട്ടണ്ടെടുത്തിട്ട് കൊട്ടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇദ്ദേഹം. പിന്നെ ദൈവം എന്ന് പറയുന്നൊരു ആള് മുകളിലിരുന്നതെല്ലാം കാണുന്നുണ്ടെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. വിശദമായി തുടങ്ങിയിട്ടേ ഉള്ളൂ, കമ്പത്തിന് തിരി കൊളുത്തിയിട്ടേ ഉള്ളൂ. ദൈവം സഹായിച്ച് വേറൊരു സെൻസേഷണൽ വാർത്ത വന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കുറേ കാലം സെൻസേഷണലായി പോയാൽ പൊയ്മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് കാത്തിരിക്കാം.